ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ സ്ത്രീ ലംബടനായ രാഹുലിനെ തൻ്റെ വശത്താക്കാൻ മാനസ എന്ന പഠിച്ച കളിക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. അയാളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം രാഹുൽ ഇൻവൈറ്റ് ചെയ്ത ആ പാർട്ടിക്ക് മാനസ പോവുകയാണ്. അവിടെ വെച്ച് ഒരു മുഴം മുൻപേ എറിയുന്ന മാനസ തൻ്റെയും കൃഷിൻ്റെയും ഇഷ്യൂസും താൻ കൃഷിൻ്റെ ആജന്മ ശത്രുവായ അതേ മാനസ തന്നെയാണ് എന്ന സത്യം അവിടെ തുറന്നു പറയാണ്. അതൊക്കെ അവളുടെ വെറും കുതന്ത്രം തന്നെയാണ്. കൃഷിന് നമ്മുടെ സൗഹൃദം ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നും കൃഷി വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദം വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെ മാനസ ചോദിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ രണ്ട് ചോയ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുക എന്നൊക്കെ രാഹുൽ തിരിച്ചു ചോദിക്കുന്നു. ആത്മാർത്ഥ സുഹൃത്തിനെ അങ്ങനെ അങ്ങ് കൈവിടാൻ പറ്റുമോ എന്ന് മാനസ ചോദിക്കുന്നുണ്ട്. മാനസയ്ക്ക് അനുകൂലമായ മറുപടി രാഹുൽ കൊടുത്തിരിക്കണം. അതുകൊണ്ട് ചിരിയോടെ താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് മാനസ. അങ്ങനെ ആ പാർട്ടിക്ക് രാഹുൽ മദ്യപിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കൃഷ് കൺമണിയെയും ശ്രീനിവാസനെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷിൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ദിവസം നിങ്ങൾ പോകുന്നില്ലേ എന്നൊക്കെ ഹേമ ജയമോഹനോടും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഉദ്ഘാടന ദിവസം എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ഗ്രാൻഡായി എല്ലാം ഒരുക്കിയപ്പോൾ ആ വരണ്ട ആൾ മാത്രം അവിടെ വരുന്നില്ല. അത് വേറെ ആരുമല്ല, മാനസ എന്ന ചതിയത്തിയുടെ കൈകളിൽപ്പെട്ട് രാഹുൽ തന്നെയാണ് വരാതിരിക്കുന്നത്. കൃഷും കൺമണിയും ആകെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ സാഗർ വന്ന് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുന്നുണ്ട്.